ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ ഇൻ മൈ ലൈഫ്. ഈ എപ്പിസോഡിൽ ഞാൻ പാജൻറ്റിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. മിസ് മലയാളി എന്ന് പറഞ്ഞൊരു പാജൻറ്റ് ടൊറൻറ്റോയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സാസ്കറ്റൂണിൽ നിന്ന് ട്രാവൽ ചെയ്യുവാണ്. അപ്പം തലേ ദിവസമാണിത്. ആദ്യം തന്നെ നെയിൽസ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. നെയിൽസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് എനിക്കിഷ്ടമുള്ളൊരു കളറാണ് കിട്ടിയത്. ഇനി അടുത്ത് തന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് കുളിക്കണം. കുളിച്ച് കഴിഞ്ഞാലാണ് പാക്കിങ്, മെയിൻ സ്റ്റെപ്പായ പാക്കിങ് വരുന്നത്. ഇതിനകത്ത് ഞാൻ മേക്കപ്പ് ഐറ്റംസ് എല്ലാം എടുത്തു. കളർ കറക്റ്റർ എടുത്തു, ലിപ്സ്റ്റിക് എടുത്തു. ഫേസ് കണ്ടുപിടിക്കണം. എടുക്കുന്ന അടുത്ത സാധനം ഇന്നർ വെയറിന് വേണം സ്റ്റാപ്ലെസ് ആയ ബ്രാ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബൂട്ട് ടേപ്പ് ഒക്കെ എടുക്കുന്നുണ്ട്. ബൂട്ട് ടേപ്പ് ഒക്കെ ഭയങ്കര ആവശ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എൻ്റെ വീനൊക്കെ ആയുള്ള ഡ്രസ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സസിനൊക്കെ നമ്മൾ ഈ സാധനം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ബൂട്ട് ടേപ്പും ഇതേപോലെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ച് അതൊക്കെയാണ്. ഞാൻ ഇനി മുഖം കഴുകാൻ പോവാണ്. ഞാൻ ഫിൽറ്റർ വാട്ടർ വെച്ചിട്ടാണ് മുഖം കഴുകുന്നത്. എന്താണെന്നറിയില്ല, എനിക്ക് മറ്റേ വെള്ളം വെച്ച് കുളിക്കുമ്പോൾ ലൈക്ക് മുഖം കഴുകുമ്പോൾ എനിക്ക് എന്താ അലർജി പോലെ ഫീൽ ചെയ്യും. അപ്പോൾ യൂഷ്വലി ഫിൽറ്റർ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. സോ മുഖം കഴുകിയിട്ട് മുഖം കഴുകി കഴിഞ്ഞ് ഞാൻ അടുത്ത എൻ്റെ സ്റ്റെപ്പ് ഇതാണ്. അറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ. അടുത്തതായി ഞാൻ എയർപോർട്ടിലോട്ട് പോവാണ്. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ടിം ഹോട്ടൻസിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം വീട്ടുകാരൊക്കെ വിളിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്നു വേറൊരു കാര്യമാണ്. ടൊറൻറ്റോയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ മീറ്റ് ചെയ്യാതെ ഗിഫ്റ്റി എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ കാണാൻ. ഗിഫ്റ്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ വെർച്വലായിട്ട് മീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഓൺലൈനായിട്ടുള്ള മീറ്റപ്സൊക്കെയാണ്. അപ്പം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക്. എത്തി ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു പരിചയക്കുറവും ഞങ്ങൾ കാണിച്ചില്ല. 2 പ്രൊവിൻസിൽ നിന്നായതുകൊണ്ട് ഒത്തിരി സ്റ്റോറീസ് പറയാനുണ്ടായിരുന്നു. അത് മാത്രമല്ല മിസ് മലയാളിയുടെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നും ഞങ്ങൾ ഞങ്ങൾ പിന്നീട് ഗിഫ്റ്റിയുടെ ചേട്ടനാണ് വിളിക്കാൻ വന്നത്. അവിടുന്ന് ഞങ്ങൾ ഡൗൺ ടൗണിലുള്ള കുറേ ഫുഡ് സ്പോട്ട്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്യുന്നത് സ്കാർബറോയിലോട്ടാണ്. പിന്നീട് വീട്ടിലെത്തിയപ്പോൾ ഒരു കൊളാബ് ഷൂട്ടിനുള്ള ഡ്രസ്സ് ഒരു ചേച്ചി കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ആഫ്റ്റർ ലോങ് ടൈം ഞാൻ ഷൈമനെ മീറ്റ് ചെയ്തു വീണ്ടും. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ ഡ്രസ്സസൊക്കെ ട്രയൽ ചെയ്യുമായിരുന്നു. ഇതുവരെ ഞാൻ എൻ്റെ ഡ്രസ്സസ് ട്രൈ ചെയ്തില്ല, ബിക്കോസ് എല്ലാം സ്കാർബോയിലോട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സസൊക്കെ ട്രൈ ചെയ്ത് ആ ഡേ എൻഡ് ചെയ്തു. താങ്ക് യു.